മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സെബി ചെയർപേഴ്സൺ മാധവി ബുജിനെതിരെ വീണ്ടും ഹിൻഡൻബർഗ് ഏത് അന്വേഷണത്തെയും നേരിടാൻ മാധവി തയ്യാറാകുമോ എന്നും നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടുമോ എന്നും ഹിൻഡൻബർഗ് ഇപ്പോൾ ചോദിക്കുന്നു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, ഇപ്പോൾ സെബി ചെയർപേഴ്സണെതിരെ വെല്ലുവിളിയുമായാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് വന്നിരിക്കുന്നത്. ഏത് അന്വേഷണത്തെയും നേരിടാൻ സെബി ചെയർപേഴ്സൺ തയ്യാറാകുമോ എന്നും ഹിൻഡൻബർഗ് ചോദിക്കുന്നു. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓഹരി വിപണിയിൽ ഇപ്പോൾ ഒരു നേരിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഹിൻഡൻബർഗ് സെബി ചെയർപേഴ്സണെതിരെയുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ, വെളിപ്പെടുത്തലുമായി പുറത്തു വന്നപ്പോൾ തന്നെ ഓഹരി വിപണിയിൽ വലിയൊരു ഇടിവാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ ഓഹരി വിപണിയിൽ നേരിയ ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് നിക്ഷേപകർക്ക് ഈ ഒരു ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ നിക്ഷേപകരിൽ കാര്യമായ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അനുപ്രിയ, ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിന് പിന്നാലെ അനുപ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ഓഹരി വിപണിയിലേക്ക് തന്നെയാണ്. ഓഹരി വിപണിയിൽ വലിയ ഒരു ഇടിവ്, നഷ്ടത്തോടെയാണ് കമ്പനികളെല്ലാം തന്നെ തുടങ്ങിയത്. അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ 4% ഇടിവുണ്ടായി എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് പറയാനുള്ളത്. എന്തായാലും വലിയൊരു ഇടിവ് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പിനെതിരായ അല്ലെങ്കിൽ സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓഹരി വിപണികളെല്ലാം തന്നെ അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഒരു നഷ്ടത്തോടെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ 4% വരെ ഇടിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. നിഫ്റ്റിയും സെൻസെക്സും തളർച്ചയിലാണ് നിലവിൽ വ്യാപാരം നടത്തുന്നത്. എന്തായാലും ആ രീതിയിൽ ഉള്ള ഒരു രീതിയിലാണ് മാർക്കറ്റിംഗ് എന്ന് പോകുന്നതെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇന്ന് വീണ്ടും സെബി മേധാവിക്കെതിരെ ഹിൻഡൻബർഗ് വീണ്ടും രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും ഈ വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവിടാൻ തയ്യാറാകുമോ എന്നാണ് മാധവി ബുച്ചിയോട് ഹിൻഡൻബർഗ് ചോദിക്കുന്നൊരു കാര്യം. കൂടാതെ സുതാര്യമായ അന്വേഷണത്തിന് തയ്യാറാണോ എന്നും ചോദിക്കുന്നു. മാധവിയുടെ വിശദീകരണങ്ങൾ എന്തായാലും ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണെന്ന ഒരു പ്രതികരണവും ഹിൻഡൻബർഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. ആ രീതിയിലുള്ള ഒരു പുതിയൊരു വെല്ലുവിളി തന്നെയാണ് ഇന്ന് സെബി മേധാവി മാധവി ബുച്ചിക്കെതിരെ ഹിൻഡൻബർഗ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിദേശത്ത് അടക്കമുള്ള നിക്ഷേപങ്ങളുടെ വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിടാൻ തയ്യാറാണോ എന്നാണ് ഹിൻഡൻബർഗ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, സുതാര്യമായ അന്വേഷണത്തിന് തയ്യാറാണോ എന്നൊരു കാര്യം കൂടെ ചോദിക്കുന്നു. എന്തായാലും വലിയൊരു ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിന്റെ സുതാര്യത എല്ലാം തന്നെ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. കൂടാതെ മറ്റു കാര്യങ്ങൾ, പ്രധാനമായും ഒരു സംയുക്ത പാർലമെന്ററി സമിതി ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. എന്നാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും പാർലമെന്റ് പിരിഞ്ഞൊരു സാഹചര്യത്തിൽ വലിയൊരു പ്രതിഷേധത്തിന് തന്നെയാണ് സാധ്യതയെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി വലിയ വിമർശനങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. അതിനെതിരെ ഇന്ന് BJP രംഗത്ത് വരുന്ന സാഹചര്യം. ഓഹരി വിപണിയിൽ സംശയം ജനിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നൊരു പ്രതികരണമാണ് അമിത് മാളവിയ അടക്കമുള്ള നേതാക്കൾ ഇന്ന് പറഞ്ഞത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിൽ വലിയൊരു വിമർശനം BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഓഹരി വിപണിയെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ്, അല്ലെങ്കിൽ അതിന്റെ സുതാര്യതയെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നാണ് പ്രധാനമായും BJP അടക്കമുള്ള പാർട്ടികൾ പറയുന്നത്. എന്തായാലും ഈ US ആസ്ഥാനമായ നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് പ്രധാനമായും കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, സെബി ചെയർപേഴ്സണായ മാധവി ബുച്ചിക്കും ഭർത്താവിനും അദാനി ഗ്രൂപ്പിന്റെ വിദേശത്തെ ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നാണ് പ്രധാനമായും വന്ന വെളിപ്പെടുത്തൽ. അതിന് പിന്നാലെയാണ് വലിയ വിമർശനങ്ങളും കാര്യങ്ങളും തന്നെ ഉണ്ടായത്. എന്തായാലും ഈ രഹസ്യ കമ്പനികളിൽ 2015 മാധവി ബുച്ചിയും അതോടൊപ്പം തന്നെ ഭർത്താവ് ധവൽ ബുച്ചും നിക്ഷേപം ആരംഭിച്ചത്. 2017 മുതൽ മാധവി ബുച്ചി സെബിയിൽ പൂർണ്ണസമയമായ അംഗത്തോടെയാണ് അക്കൗണ്ട് ഭർത്താവിൻ്റെ പേരിൽ മാത്രമായി മാറിയത്. ഇതിനായി നൽകിയ കത്തും ഹിൻഡൻബർഗ് കഴിഞ്ഞ ദിവസം പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഒരു വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തകൾ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം ഹിൻഡൻബർഗ് പറഞ്ഞിരിക്കുന്ന പുതിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നൊരു ഒരു അറിയിപ്പ് തന്നെ ഉണ്ടായതിനു ശേഷമാണ് ഈ രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെ ഹിൻഡൻബർഗ് പുറത്തുവിട്ടത്. എന്തായാലും ദേശീയ തലത്തിൽ വലിയൊരു രീതിയിലുള്ള ഒരു വിമർശനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭരണപക്ഷത്തെ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ സെബി ചെയർപേഴ്സണെതിരെ വന്ന ഈ ഒരു വെളിപ്പെടുത്തൽ എന്തായാലും വലിയൊരു ആഘാതമാണ് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു വിമർശനത്തിലേക്ക് നയിക്കുന്നു.
പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രധാനമായും സംയുക്ത പാർലമെന്റ് സമിതി അന്വേഷിക്കണമെന്ന ആവശ്യം അവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം 2023-ലും അദാനി ഗ്രൂപ്പിനെതിരെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ ഹിൻഡൻബർഗിന്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി. എന്തായാലും ഓഹരി മൂല്യത്തിൽ കൃത്രിമത്വം കാണിച്ചു, അത് പെരുപ്പിച്ച് കാണിച്ചു എന്നൊരു ഒരു വെളിപ്പെടുത്തലാണ് ഹിൻഡൻബർഗിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ പിന്നാലെ വലിയൊരു വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംയുക്ത പാർലമെന്റ് സമിതി അന്വേഷണം വേണമെന്ന ആവശ്യങ്ങളെല്ലാം തന്നെ അന്ന് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളി. 2024 അല്ലെങ്കിൽ ഈ വർഷം തുടക്കത്തിൽ സുപ്രീം കോടതി ഇക്കാര്യം പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പും ചൂണ്ടിക്കാണിച്ചിരുന്നു. സുപ്രീം കോടതി തള്ളിയ അപകീർത്തികരമായ വിവരങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ് ഹിൻഡൻബർഗ് എന്നാണ് അദാനി ഗ്രൂപ്പ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞത്. നിക്ഷേപം ഈ ആരോപണം പൂർണ്ണമായി നിഷേധിക്കുന്ന ഒരു സമീപനമായിരുന്നു കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും ഈ ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മാധവി ബുച്ചിയും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അവർ പറഞ്ഞൊരു കാര്യം സ്വഭാവഹത്യ നടത്തുകയാണ് എന്നാണ് പറഞ്ഞത്. കൂടാതെ എല്ലാ നിക്ഷേപങ്ങളും സെബിയെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ ജീവിതവും നിക്ഷേപവും തുറന്ന പുസ്തകമാണ് എന്ന കാര്യമടക്കം മാധവി ബുച്ചി പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. എന്തായാലും പുതിയൊരു വെല്ലുവിളി തന്നെ ഹിൻഡൻബർഗിന്റെ ഭാഗത്ത് നിന്ന് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെതിരെ വന്നിരിക്കുകയാണ്. ഈ വിദേശത്തുള്ള നിക്ഷേപങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവിടാനാകുമോ എന്നാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ സുതാര്യമായ അന്വേഷണത്തിന് തയ്യാറാണോ എന്നും സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിയോട് ഹിൻഡൻബർഗ് ചോദിക്കുന്നു. അനുപ്രിയ. ഇപ്പോൾ ഉണ്ണി റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ഇപ്പോൾ ട്രാൻസ്പാരൻസി ഇല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ സെബി ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാധവി ബുജി രാജിവെക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഈ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തോട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്താണ്? നേരത്തെ ഉണ്ണി റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നേരത്തെയും ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അദാനിക്കെതിരെയുള്ള റിപ്പോർട്ടിനെ തുടർന്ന് JPC അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ JPC അന്വേഷണത്തിന് അംഗീകാരം നൽകിയില്ല. മാത്രമല്ല സുപ്രീം കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ സെബി ക്ലീൻ ചിറ്റായിരുന്നു അദാനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഹിൻഡൻബർഗിനെതിരെ ഷോർട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ JPC അന്വേഷണത്തോടുള്ള പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് JPC അന്വേഷണമാണ്. അതിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്താണ്? ഇപ്പോൾ അക്കാര്യത്തിലൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം. എന്തായാലും പാർലമെന്റ് പിരിഞ്ഞൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും മറ്റ് രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കെല്ലാം തന്നെ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ രീതിയിൽ സംയുക്ത പാർലമെന്റ് സമിതി അന്വേഷണം വേണമെന്ന ആവശ്യം കൂടുതലായി ഉന്നയിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു, CPM ഉന്നയിച്ചിരുന്നു. ആ രീതിയിൽ വലിയ പ്രതികരണങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി വരുന്നു. എന്തായാലും ഒരു അന്വേഷണം എന്ന കാര്യത്തിൽ നിന്ന് ഒരിക്കലും പ്രതിപക്ഷ പാർട്ടികൾ വിട്ടുനിൽക്കുന്നില്ല. അത് വലിയ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നേരത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രതിപക്ഷം കൂടുതൽ ശക്തമാണ് എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളൊരു കാര്യം. പ്രതിപക്ഷം കൂടുതൽ ശക്തമായി തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. ആ രീതിയിൽ സീറ്റുകളുടെ എണ്ണത്തിലധികം വലിയ വർധനവുണ്ടായി തന്നെയാണ് പ്രതിപക്ഷം അവിടെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത്. കൂടാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം എന്ന കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ സെബിക്കെതിരായ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ സെബി ചെയർപേഴ്സണെതിരായ ഈ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിനെയും സെബിയെയും അടക്കം വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നതും ഈ ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ രീതിയിൽ വരുമ്പോൾ എന്തായാലും ഒരു അന്വേഷണം എന്ന കാര്യത്തിൽ നിന്ന് ഒരിക്കലും പ്രതിപക്ഷം വിട്ടുനിൽക്കില്ല എന്നതും ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സെബി ചെയർപേഴ്സണെതിരെ വീണ്ടും ഹിൻഡൻബർഗ് വരുമ്പോൾ എന്തായാലും കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം പറയുന്ന പോലെ ഒരു അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന ആ രീതിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം വന്നത് അനുപ്രിയ പറഞ്ഞ പോലെ തന്നെ ഈ ഓഹരി വിപണിയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു പ്രതിഫലിക്കുന്നു എന്നതാണ് നിലവിലെ ഓഹരി വിപണിയിലെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഓഹരി വിപണിയിൽ ഇപ്പോൾ നിഫ്റ്റിയും സെൻസെക്സും അടക്കം വളരെ തളർച്ചയോട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അദാനിയുടെ ഓഹരികളിലെല്ലാം തന്നെ ഒരു 4% ഇടിവ് അവിടെ ഉണ്ടായിരിക്കുന്നു എന്നതും കാണുന്നു. എന്തായാലും ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിംഗ് ഫലമായി അത് ഓഹരി വിപണിയിലേക്കും വീണ്ടും പ്രതിഫലിക്കുന്നു എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അനുപ്രിയ.